ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ 1 year ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രൈസ് ഇറോഷൻ സംഭവിച്ചൊരു സ്റ്റോക്കാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. വാല്യൂ ഇറോഷൻ വന്നു, പ്രൈസ് ഇറോഷൻ വന്നു. എന്തുകൊണ്ടാണ് പ്രൈസ് ഇറോഷൻ വന്നു എന്നുള്ളതിൻ്റെ ഒരു 5 minute അനാലിസിസാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ തീർച്ചയായും ശ്രദ്ധിക്കണം. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് മനസ്സിലായാൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റോക്കിലും നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ IEXൻ്റെ കഴിഞ്ഞ സെപ്റ്റംബർ 2021 വേഴ്സസ് ഈ സെപ്റ്റംബർ 2021 പെർഫോമൻസ് ആണ് അനലൈസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് കഴിഞ്ഞ Q2 വേഴ്സസ് ലേറ്റസ്റ്റ് Q2. സെയിൽസ് ആണ് ടോപ്പ് ലൈൻ കിടക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 150 കോടിയായിരുന്നു സെയിൽസ്. അത് ഈ സെപ്റ്റംബറിൽ 95 കോടിയായിട്ട് കുറഞ്ഞു. എത്ര വ്യത്യാസം വന്നു? 14 കോടി വ്യത്യാസം വന്നു അല്ലേ? 14 കോടി താന്നു ശരിക്കും. എക്സ്പെൻസ് കഴിഞ്ഞ സെപ്റ്റംബറിൽ 13 കോടിയായിരുന്നു, അത് 16 കോടിയായിട്ട് കൂടി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ സെപ്റ്റംബറിൽ Q2 റിസൾട്ടിൽ 96 crores ആയിരുന്നു, അത് ഈ സെപ്റ്റംബറിൽ 79 കോടിയായിട്ട് താന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ 88% ഈ സെപ്റ്റംബറിൽ, ദാറ്റ് മീൻസ് ഈ Q2 റിസൾട്ട് വന്നപ്പോൾ അത് 83% താന്നു. കമ്പനി ഈസ് ഫേസിങ് ഹ്യൂജ് മാർജിൻ പ്രഷർ. നിങ്ങൾ താഴെ നേരെ പോയി പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കഴിഞ്ഞ സെപ്റ്റംബറിൽ 103 കോടിയായിരുന്നു, ഈ സെപ്റ്റംബറിൽ 92 കോടിയായിട്ട് താന്നു. ടാക്സ് സെയിം തന്നെയാണ് കമ്പനി പേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ സെപ്റ്റംബറിൽ 78 കോടിയായിരുന്നു, ഈ സെപ്റ്റംബറിൽ 70 കോടിയായിട്ട് താന്നു. EPS ഏർണിംഗ്സ് പെർ ഷെയർ 0.87 ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിലെ 87 പൈസ, ഈ ക്വാർട്ടറിൽ അത് 78 പൈസയായിട്ട് താന്നു. എല്ലാ പാരാമീറ്റേഴ്സിലും പെർഫോമൻസ് ഫാൾ ഡൗൺ ആണ് സംഭവിച്ചത്. പിന്നെ എങ്ങനെയാണ് സ്റ്റോക്കിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? നിങ്ങൾക്ക് ക്വാർട്ടർലി അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറും ഇക്കൊല്ലത്തെ സെപ്റ്റംബർ ക്വാർട്ടറും നമ്മൾ ഇയർ ഓൺ ഇയർ അനാലിസിസ് ആണ് നമ്മൾ നടത്തിയത്. ഇനി നിങ്ങളോട് പറയാത്തൊരു കാര്യങ്ങളുണ്ട്. IEXൻ്റെ സെയിൽസ് ഡൗൺ ആയി, എക്സ്പെൻസ് കൂടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ പ്രഷറിൽ വന്നു, നെറ്റ് പ്രോഫിറ്റ് ഡൗൺ ആയി. മനസ്സിലായോ? നിങ്ങളോട് പറയാത്തൊരു കാര്യങ്ങളുണ്ട്. ക്യാഷ് ഫ്ലോവിൽ സീരിയസ് ആയിട്ടുള്ള കുറവ് സംഭവിച്ചു. കമ്പനികൾ സാറിന് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ക്യാഷ് ഫ്ലോ അനാലിസും കൂടെ അവർ ബാലൻസ് ഷീറ്റിന് കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യാറുണ്ട്. 2021 സെപ്റ്റംബർ മാസത്തിലെ ക്യാഷ് ഫ്ലോ, 6 മാസത്തെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 26,338 ലക്ഷമായിരുന്നു ക്യാഷ് ജനറേറ്റ് ഫ്രം ഓപ്പറേഷൻസ്. ആ ക്യാഷ് ഫ്ലോ ഇക്കൊല്ലം ഈ 6 monthsലെ പെർഫോമൻസിൽ മൈനസായി. ക്യാഷ് ജനറേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? നമ്മളെല്ലാം നോക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ക്യാഷ് ജനറേഷനുമായിട്ട് ഇക്കൊല്ലത്തെ ക്യാഷ് ജനറേഷനിൽ എന്ത് കൂടുതൽ വന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കൂടുതലല്ല വന്ന് ടോട്ടൽ ഡൗൺ ആവുക ചെയ്തത്. പിന്നെ എങ്ങനെയാണ് സ്റ്റോക്കിന് മുന്നോട്ട് പോകാൻ സാധിക്കുക? നിങ്ങൾ കമ്പൾസറി ആയിട്ട് ഫണ്ട് അനാലിസിസ് ആയിട്ട് പഠിച്ചിരിക്കണം. കാര്യം എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ സാധിക്കത്തുള്ളൂ. ഫണ്ട അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രോങ് ഫണ്ട എന്ന് പറയുന്നതാണ് ഒരു സ്റ്റോക്കിൻ്റെ ശരീരം. ഫണ്ട സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ സ്റ്റോക്കിൻ്റെ കാലുകളാകുന്ന ടെക്നിക്കലിന് മുന്നോട്ട് പോകാനായിട്ടുള്ള ശക്തി കിട്ടത്തുള്ളൂ. നിങ്ങൾ കയ്യിലുള്ള ബാക്കിയുള്ള പോർട്ട്ഫോളിയോ സ്റ്റോക്കിനെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അത് എന്താ പറയേണ്ടത്, അത് ഈ പറയുന്ന കണക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടോ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ശരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്, കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ ഫ്രം Eqtfx.